നമസ്കാരം. തലതിരിഞ്ഞ കാലാവസ്ഥയിൽ നട്ടം തിരിയുന്നു കേരളം. കാലവർഷം കുറേ കാലമായി ദുരിത മഴയായി പെയ്തിറങ്ങുന്നുണ്ട്. മാനം കറുക്കുമ്പോഴേ മനമിടിക്കുകയാണ് നാട്ടുകാർക്ക്. മഴ കനക്കുമ്പോൾ ഏത് ദുരന്തമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് കേരളീയർ. മഴ തീവ്രമാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഇനി എവിടെ ഉരുൾപൊട്ടും, എവിടെ വെള്ളത്തിൽ മുങ്ങുമെന്ന മഴപ്പേടിയിലാണ് നാട്ടുകാർ. ദുരിതമഴ ഒന്ന് കുറഞ്ഞപ്പോൾ സമാധാനിച്ചതാണ്. ഇപ്പോഴിതാ പിന്നെയും മഴ എത്തിയിരിക്കുന്നു. കേരളത്തെ കാത്തിരിക്കുന്നത് പെരുമഴയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് ദുരന്തത്തിന് കാരണമായത് കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശങ്ക കൂടുതലാണ്. വീണ്ടും മഴ ആടിത്തിമിർത്ത് വരികയാണ്. പല സിനിമകളിലും മഴ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയെ പേടിയോടെയാണ് മലയാളി കാണുന്നത്, പ്രത്യേകിച്ച് വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും. കൂടാതെ വരുന്ന മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കോ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനോ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തെക്കൻ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. 2018 ഓഗസ്റ്റിൽ പെയ്ത കനത്ത മഴ കാരണം വെള്ളപ്പൊക്കമുണ്ടായത് കേരളം മറക്കാനിടയില്ല. ഏകദേശം ഒരു നൂറ്റാണ്ടിനിടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. നിരവധി പേരാണ് മരണപ്പെട്ടത്. ഒരു ജനതയുടെ ജീവനും ജീവിതവും ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/6 ആളുകളെ വെള്ളപ്പൊക്കവും അനുബന്ധ സംഭവങ്ങളും നേരിട്ട് ബാധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. 99-ലെ മഹാപ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. അതിശക്തമായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ജലശുദ്ധീകരണ പ്ലാന്റുകൾ വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിവെച്ചു. ഇത് ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവിന് കാരണമായി, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ. പ്രളയബാധിതരെ പാർപ്പിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിലായി 3274 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 12,47,496 ആളുകൾ ഇത്തരം ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരുന്നു. വെള്ളപ്പൊക്കം നൂറുകണക്കിന് ഗ്രാമങ്ങളെ ബാധിക്കുകയും ഏകദേശം 10,000 കിലോമീറ്ററിലധികം റോഡുകൾ നശിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് വീടുകൾ തകരുകയോ ഇല്ലാതാവുകയോ ചെയ്തു. ഇതേ തുടർന്ന് ഓണാഘോഷ പരിപാടികളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിരുന്നു. പ്രകൃതി കലിതുള്ളി നിൽക്കുകയാണ്. ഈ മഴ ദുരിത മഴയാകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.